Welcome back to Catalyst Education. I am Jessna, your English faculty. So today we are going to learn the next chapter. Yes, Unit 1-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എനി വുമൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും അതോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്, ദെൻ അതേപോലെ തന്നെ എക്സാമിന് വരാൻ സാധ്യതയുള്ള പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നല്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങൾ സ്കൂളിൽ ഈ ഒരു ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. എന്താണ് ഈ ചാപ്റ്ററിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താ അല്ലെ. ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഇതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ നോക്കാം. എനി വുമൻ എന്ന് പറയുന്ന ഈ ഒരു പോയത്തില് എന്തിനെ പറ്റിയിട്ടാ പറയുന്നേ? യെസ്, തീം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് മദറിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ റോൾ ഓഫ് വുമൻ, സ്ത്രീന്റെ റോളിനെ പറ്റിയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള റോളാണ് ഇവിടെ പറയുന്നത്? അതായത് എങ്ങനെയൊക്കെയാണ് അവർ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഒരു ഗുഡ് ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാട്ട് ഇസ് ദ റോൾ ഓഫ് വുമൻ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഹിയർ ദ പോയിന്റ് കമ്പയർസ് മദർ. പോയിന്റ് കമ്പയർ ചെയ്യുന്നുണ്ട് മദറിനെ അല്ലെ. എന്തൊക്കെയായിട്ട്? ആസ് എ പില്ലറായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. റൂഫായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് വിതൗട്ട് യൂസിങ് ലൈക്കോ ആസ്, ഇവിടെ ലൈക്കോ ആസോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇവിടെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതെന്നുള്ള അല്ലെ. അതായത് അമ്മ ഇതാണ്, അമ്മ പില്ലാറാണ്, അമ്മ റൂഫാണ്, അമ്മ ലൈറ്റ് ആണ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡയറക്റ്റ് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. അവിടെ നമുക്ക് ലൈക്കോ ആസോ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ലൈക്കോ ആസോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാതെ ഏതാണ് സിമിലി ആണ് എന്നുള്ളതല്ലേ. സോ ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് തന്നെ പറയുന്നത് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഏത് ഫിഗർ ഓഫ് സ്പീച്ചാ? മെറ്റഫർ ആണ് എന്നുള്ള. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു മെറ്റഫറിക്കൽ ആയിട്ടുള്ള പോമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നോക്കാം, ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. എനി വുമൻ ബൈ Catherine Tynan is a poem that celebrates the role of a woman in the household and emphasizes her importance in maintaining the family's stability and well-being. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? കറക്റ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ അമ്മയുടെ റോളിനെ പറ്റിയിട്ടാ അല്ലെ. അതായത് ഒരു ഫാമിലി എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, ഇപ്പൊ അമ്മ പോയാൽ നമ്മുടെ വീട് തന്നെ അല്ലെ ഉറങ്ങിയൊരവസ്ഥ എന്നൊക്കെ പറയാൻ കാരണം എന്താ? അമ്മ ഉണ്ടാവും, നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും അമ്മ റൺ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മം അല്ലെ, എല്ലാ കാര്യങ്ങളും അവര് റൺ ചെയ്യുന്നുണ്ടാവും. അതായത് കിച്ചൺ കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള ഡീലിങ്സ് ആയിക്കോട്ടെ, ഇനി മറ്റെന്തെങ്കിലും ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും എന്നുള്ള അല്ലെ. പക്ഷേ അവരുടെ ആ ഒരു എന്താണ്, ആ ഒരു കാര്യം അവിടെ വാക്കന്റ് ആയി പോയാൽ, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് റിയലൈസ് ചെയ്യും? ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കുക അല്ലെ. അത്രയും കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അവർ മദർ ഇൻ അവർ ഫാമിലി. നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കുക അല്ലേ. സോ ഇവിടെ പോയിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒരു ഫാമിലി അതിന്റെ വെൽബീയിങ്, അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അമ്മയുടെ റോളിനെ പറ്റിയിട്ടാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് വരാം. കാതറിൻ ടൈനാൻസ് എനി വുമൻ പ്രസന്റ് ദ വെരി ഇമ്പോർട്ടന്റ് റോൾ പ്ലേഡ് ബൈ വുമൻ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിലുള്ള വുമന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ടാണ് ഇവിടെ കാതറിൻ ടൈനാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്, മീൻസ് പറയുന്നത് അല്ലേ. So the poet describes her as the pillar and roof of the house, light of the good sun, the heat that warms the earth, etc. So ഇവിടെ പോയിട്ട് പറയുന്നുണ്ട്, അമ്മ എന്താണ്? ഒരു വീടിന്റെ പില്ലറാണ്. അതായത് നമ്മളെപ്പോഴും പറയും ഈ കമ്പനീന്റെ പില്ലറാണ് ഇവൻ എന്ന് പറയും അല്ലെ. അതായത് ഓരോ ഇപ്പൊ ഒരു ഗ്യാങ്ങിന്റെ നെടുന്തൂണാണ്, ഒരു സ്കൂളിന്റെ നെടുന്തൂണാണ്, അങ്ങനെ അതായത് അവരാണ് എല്ലാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഇവിടെയും പോയിറ്റ് അങ്ങനെ കമ്പയർ ചെയ്യാണ്. ആൻഡ് അതേപോലെ തന്നെ റൂഫാണ് എന്നും പറയുന്നുണ്ട്. ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, നമ്മുടെ അല്ലെ ഈ സൂര്യന്റെ പ്രകാശമാണ് നമ്മുടെ അമ്മ എന്നാണ് പറയുന്നത്. ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് എക്സെട്ര, അതായത് നമ്മുടെ എർത്ത് വാം ചെയ്യുന്ന ആ ഒരു ചൂടുണ്ടാവും, നമുക്ക് ആ നല്ല വാം ഫീൽ തരുന്ന അല്ലെ, അതൊക്കെയാണ് നമ്മുടെ അമ്മ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചിൽഡ്രൻ വാം ദ ഹാൻഡ്സ് അറ്റ് ഹർ, കുട്ടികള്
അവളുടെ കുട്ടികള് അവരുടെ ഹാൻഡ്സ് ഒക്കെ വാം ചെയ്യും അവളില് എന്നാണ് പറയുന്നത്. മീൻസ് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്വന്തം അമ്മയെ അല്ലെ. ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ആ ഒരു പ്രകാശമാണ് അമ്മ അല്ലെ. കാരണം ഇപ്പോ ആ ഒരു കുട്ടികള് തന്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ലവ് ആയിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ, ഇതൊക്കെ ആരാ അവിടെ കൊടുക്കുന്നത് നമുക്കറിയാം അല്ലെ. അമ്മ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഇനിയിപ്പോ ഫാദർ ചിൽഡ്രൻ റിലേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ പോവാൻ അവിടെ അമ്മയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദി നോട്ട് ഓഫ് ലവ് ദാറ്റ് ഹോൾഡ്സ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ടുഗദർ. അതായത് ആ ഒരു ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തുന്ന നോട്ട് ഓഫ് ലവ്, സ്നേഹത്തിന്റെ കെട്ടാണ് അമ്മ എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും അമ്മമാരൊക്കെ മരിക്കുന്നതിന് ശേഷം കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവരെല്ലാ ആൾക്കാരും ചിലപ്പോൾ പല കൺട്രീസിൽ അവർ സെറ്റിൽഡ് ആയിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവും അല്ലെ. അതായത് അവരുടെ ഫാമിലി ഉണ്ടാവും. ഇപ്പോൾ വലിയ മകൻ അല്ലെ, ആ ഒരു സൺ കല്യാണം കഴിച്ചു, അവർക്ക് അവരുടെ ഒരു ഫാമിലി ഉണ്ടാവും. then അടുത്ത സൺ ആയിക്കോട്ടെ ഡോക്ടറായിട്ട് അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റൊരു ഫാമിലി ഉണ്ടാവും അല്ലെ. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഫാമിലീസ് ഒക്കെ ബിൽഡ് ചെയ്ത ആൾക്കാരെ പോലും വീണ്ടും ഒക്കെ പരസ്പരം ഒരുമിച്ച് നിർത്തുന്ന നോട്ട് ഓഫ് ലവ് ആരാണ്? അമ്മ എന്ന് പറയുന്ന ആളാണ് അല്ലെ. അമ്മയെ കാണാൻ വേണ്ടി എല്ലാവരും വീണ്ടും വരും, വീണ്ടും ഒരുമിച്ച് എല്ലാവരും നിൽക്കും. അങ്ങനെയുള്ള ആ ഒരു ഫാമിലി ബോണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്റെ വലിയ റീസൺ ആണ് അമ്മ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ്. സോ അതാണ് ഇവിടെ പോയിട്ട് പറയുന്നത് എന്നുള്ള കേട്ടോ. ഓക്കെ, സോ നോക്കാം. നോ ചൈൽഡ് ക്യാൻ ഹെൻസ് വാണ്ട് away from her bond of love and care. She is the wall against all dangers. എന്ത് ഡേഞ്ചർ ആയിക്കോട്ടെ, ആ ഡേഞ്ചേഴ്സിൽ നിന്ന്, ആ അപകടങ്ങളിൽ നിന്ന് തന്റെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്, ആ വാളാണ് ആര്? നമ്മുടെ മദർ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. കാരണം അമ്മമാരെ നോക്കുക എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂലേ. ഏതമ്മ ആയിക്കോട്ടെ, നമ്മുടെ ഹ്യൂമൻ ബീങ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ക്രോനെ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ഹെന്നെ നിങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇനിയിപ്പോ കാറ്റിന്റെ കേസിലായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എല്ലാ ലിവിങ് ബീങ്സിന്റെ കേസിലും അമ്മമാരെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദേ വിൽ ഓൾ അല്ലെ, അവർ എല്ലാ സമയത്തും ദേ വിൽ ഓൾവേസ് ട്രൈ ടു പ്രൊട്ടക്ട് ദെയർ ചിൽഡ്രൻ എന്നുള്ള, അവരുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരെല്ലാ സമയത്തും അവര് എന്ത് ചെയ്യും, അവര് ശ്രമിച്ചുകൊണ്ടിരിക്കും. They will try അല്ലെ. So the woman makes a prayer to Jesus not to take her away till the children grow. ഇവിടെ പാട്ട് പറയുന്നത് എന്താ? അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീസസിനോട്, തന്റെ ദൈവത്തോട് അവർ നടത്തുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എപ്പോഴും? അതായത് എന്റെ കുട്ടികള് ഗ്രോ ചെയ്യുന്നത് വരെ അല്ലെ, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ, അവർ സെൽഫ് റിലയന്റ് ആവുന്നത് വരെ എന്നെ എടുക്കല്ലേ എന്നുള്ളതായിരിക്കും അവരുടെ പ്രാർത്ഥന. നിങ്ങളൊന്ന് ചോദിച്ചാൽ അറിയാം, ഏതൊരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ അതായിരിക്കും, ഞാൻ മരിച്ച എന്റെ കുട്ടികൾ എന്താ ചെയ്യുക, അവരാരെയാ നോക്കുക അല്ലെ. ആ കാര്യങ്ങള് ഇപ്പം ഭയങ്കര ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഉള്ള പാരന്റ്സ്, അല്ലെങ്കിൽ പുതിയ ഇപ്പൊ ന്യൂ പാരന്റ്സ് ഒരുപാട് ആൾക്കാരുണ്ടാവും, വളരെ യങ് ആയിട്ടുള്ള, അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ഡൗട്ട് അതായിരിക്കും, എനിക്കിപ്പോ എന്തോ പറ്റിയാൽ എന്റെ കുട്ടീനെ ആരാ നോക്കാം അല്ലെ. അപ്പൊ ആ രീതിയിൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം ആ കാര്യത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരിക്കും, കുട്ടികളൊന്ന് ഇൻഡിപെൻഡന്റ് ആകുന്നത് വരെ, അവരൊന്ന് സെൽഫ് റിലയന്റ് ആകുന്നത് വരെ എന്റെ ലൈഫ് എടുക്കല്ലേ ജീസസ് എന്നുള്ള രീതിയിൽ അല്ലെ അവർ ജീസസിനോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നാ പറഞ്ഞത്. ഷീ വാണ്ട്സ് ടു പ്രൊട്ടക്ട് ദം ടിൽ ദേ ബിക്കം മെച്യൂർ. അവർ മെച്യൂർ ആകുന്നത് വരെ അവർ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. Enough to care for themselves. Okay, so altogether the poem portrays the woman as a symbol of undying love and sacrifice. So ഇവിടെ പോയിട്ട് കാതറിൻ ടൈനാൻ വുമനെ കാണിക്കുന്നത് എന്തായിട്ടാണ്? മരിക്കാത്ത സ്നേഹത്തിന്റെ, കരുതലിന്റെ, കെയറിന്റെ അല്ലെ, ലവിന്റെയും കെയറിന്റെ ഒക്കെ ഒരു സിമ്പിൾ ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. The match of figure of speech used in the poem is metaphor. So ഇവിടെ ഞാൻ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള മാച്ച് ആയിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാ? മെറ്റഫർ ആണ്. കാരണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അമ്മയെ ഓരോ കാര്യമായിട്ട് കമ്പയർ ചെയ്യാണ്, വിത്തൗട്ട് യൂസിങ് ലൈക്കോ ആസോ ഇല്ലാതെ അമ്മമാരെ അല്ലെ, അമ്മയെ ഓരോ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അമ്മ ലവിന്റെ അല്ലെ ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഗുഡ് സണ്ണിന്റെ ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്, നോട്ട് ഓഫ് ലവ് ആണെന്ന് പറയുന്നുണ്ട്, വാൾ ആണ്, ദെൻ അതേപോലെ പില്ലാർ ആണ്, റൂഫ് ആണ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാണ്. സോ ഹിയർ മാച്ചർ ആയിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, മെറ്റഫർ ആണ് എന്നുള്ള ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാല്. സോ ഒരു പോം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൽ മാച്ചർ ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കുന്നതോട് കൂടി
നമ്മൾ എന്ത് കറക്റ്റ് ആയിട്ട് അറിയണം ഒരു പോം ആവുമ്പോൾ? അതായത് ഏതൊക്കെ ലൈനില് ഏതൊക്കെ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തേ. ഒരു ലൈൻ ഇങ്ങോട്ട് കണ്ടാ നമുക്ക് പറയാൻ പറ്റണം വിച്ച് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് എന്നുള്ളത് അല്ലെ. ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇവിടെ യൂസ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. ഓക്കെ, സോ ഇവിടെ നോക്കാം. ഫസ്റ്റ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അബൌട്ട് അലിട്രേഷൻ. സോ വാട്ട് ഈസ് അലിട്രേഷൻ? എന്താണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാല് റിപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് അല്ലെ. കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പിറ്റേഷൻ ആണ്. അത് എങ്ങനെ വരുമ്പോ, അതായത് വാക്കുകളുടെ ആദ്യത്തിലാണ് വരിക അല്ലെ. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ടു മോ സിമിലർ ആയിട്ടുള്ള കോൺസണന്റ് സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. സോ നോക്കാം. റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ. അതായത് ഒരു വരിക്ക് അല്ലെ, ഒരു വരിയിൽ ഒന്നിൽ കൂടുതൽ തവണ കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ വരാം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ അതെന്താണ്? അലിട്രേഷൻ ആണ്. സോ ഈ കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? അതായത് ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. വവൽ സൗണ്ടുകൾ അല്ലാതെ വരുന്ന സൗണ്ടുകളാണ്. ഓക്കെ, അപ്പൊ അതിന്റെ റിപ്പിറ്റേഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാം. ഉണ്ടെങ്കിൽ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നോക്കാം. ലൈറ്റ് ഓഫ് ലവ് അലൈവ്. സോ ലൈറ്റ് സൗണ്ട് അല്ലെ. ദെൻ അതേപോലെ തന്നെ ലവ്, അവിടെയും നമുക്ക് എന്ത് കാണാം? എല്ലിന്റെ റിപ്പിറ്റേഷൻ ഉണ്ട്. സോ അവിടെ എന്തുണ്ട്? യെസ്, അലിട്രേഷൻ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ. ഇവിടെയും എന്ത് നമുക്ക് കാണാം? ഇവിടെ ട് സൗണ്ട് റിപ്പീറ്റഡ് അല്ലെ. ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ. ഇവിടൊക്കെ റിപ്പീറ്റേഷൻ കാണാം. ഇവിടൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ട്. കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ വാക്കുകളുടെ ആദ്യത്തിലാണ് വന്നിട്ടുള്ളത് അല്ലെ. സോ ഇതും എന്താണെടാ? അലിട്രേഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ മെറ്റാഫർ ഉണ്ടല്ലോ, ഒരുപാട് മെറ്റാഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇതൊരു മെറ്റഫറിക്കൽ ആയിട്ടുള്ള പോം ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം. സോ ഇവിടെ നോക്കാം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ അല്ലെ. സിമിലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഷീ ഈസ് ലൈക്ക് എ ക്വീൻ എന്ന് പറഞ്ഞാൽ അത് സിമിലിയ, കാരണം അവളെ ക്വീൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട് വിത്ത് യൂസിങ് ലൈക്ക്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മെറ്റഫർ നമ്മൾ എന്താ ചെയ്യാം? ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. അവിടെ ലൈക്കോ ഹാസോ ഉണ്ടാവില്ല. അവിടെ നമ്മൾ പറയാം ഷീസ് എ ക്വീൻ എന്നുള്ള രീതിയിൽ അല്ലെ. അവളൊരു ക്വീൻ ആണ് എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്, പോലെയാണ് എന്നുള്ളതല്ല. ഓക്കെ, സോ ഇവിടെ നോക്കാം. പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് ആയിട്ട് ഇവിടെ മദറിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആയിട്ട് പറയുന്നുണ്ട്. ഫയർ അപ്പോൺ ദ ഹെർത്ത്, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, ലൈറ്റ് ഓഫ് ലവ്, twist that holds together, sacred ring, knot of love, wall against all danger, wind and snow. ഇതൊക്കെയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഈ ലൈനൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് മെറ്റഫേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അനഫോറ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നോക്കെ, എന്താ അനഫോറ എന്ന് പറഞ്ഞാൽ? ദ റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്. ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ എന്ത് ചെയ്യാ? റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ക്ലോസ്. ഓക്കെ, സക്സസീവ് ആയിട്ടുള്ള ക്ലോസുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ ഒക്കെ എന്ത് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് അനഫോറ എന്ന് പറയാം. സോ ഇവിടെ നോക്കാം. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. ദെൻ അതേപോലെ തന്നെ ഇവിടെ നോക്ക്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, വിച്ച് എൽസ് വുഡ് കോൾഡ് ദാൻ എ സ്റ്റോൺ എന്ന് കണ്ടു അല്ലെ. അപ്പൊ ഇവിടൊക്കെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അപ്പൊ പല സ്ഥലത്തും ഇങ്ങനെയുള്ള ലൈനും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് അനഫോറയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എൻജാംബൻ ഇവിടെ ഉണ്ട്. സോ നോക്കാം. ഇൻ പോയട്രി ഫ്രം വൺ ലൈൻ ടു another without terminating punctuation mark. ഓക്കെ, സോ ഇവിടെ നോക്കാം. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് fall to ruin me eternally. ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? യെസ്, from one line to another without terminating punctuation mark. Okay, ഒരു ലൈനിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെ. പക്ഷെ ആ പങ്ക്ച്വേഷൻ മാർക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ടെർമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ കണ്ടാൽ ഇവിടെ എന്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എൻജായ്മെന്റ് ഉണ്ട് എന്നുള്ള. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് എങ്കിലും നിങ്ങൾ ഇതേ പഠിച്ചു വെക്കുക. അതിൽ പെട്ടതാണ് സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, അതേപോലെ തന്നെ അല്ലെ ഓക്സിമറോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത്. ദെൻ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി പോയിട്ട് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ നോക്കാം. സെൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം വിഷ്വൽ ആയിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പം ഓഡിറ്ററി കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ചില സമയത്ത് ഓൾഫാക്ടറി ആയിരിക്കും അല്ലെ, മണക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും, ചില സമയത്ത് നമുക്ക് ടാക്റ്റൈൽ ആയിട്ടുള്ള ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതിനൊക്കെ പറ്റിയിട്ടാണോ പറയുന്നത്, അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ അതിലെ ഇമേജറീസ് ആയിരിക്കും. സോ ഇവിടെ നോക്കാം. വാപ്പ് ആൻഡ് വൂവ്
എന്ന് കണ്ടല്ലോ. അതെന്താ വാപ്പ് ആൻഡ് വൂഫ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇമാജിനറി ആണല്ലേ? യെസ്, ഇമാജിനറി ഫോർ വീവിംഗ് ആണ്. വീവിങ്ങിന്റെ ആ ഒരു ഇമാജിനറി ആണ് നമുക്ക് അവിടെ കറക്റ്റ് കാണുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻവേർഷൻ. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൈൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവും, ആ ഓർഡർ തെറ്റിച്ച് കൊടുക്കുകയാണ് ഇവിടെ. നോർമൽ ഓർഡർ ഓഫ് വേർഡ്സ് റിവേഴ്സ്ഡ്. ഓക്കെ, റിവേഴ്സ് ചെയ്യാണ്. ഇവിടെ നോക്കുക, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് എന്ന് കണ്ടോ അല്ലെ? ഇതെന്താണ്, നോർമൽ ആയിട്ടുള്ള ആ ലൈൻ ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്, ഇൻവേർഷൻ ആണ് എന്നുള്ള. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെ അലിട്രേഷനും മെറ്റഫറും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആട്ടോ. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കറിയാം, ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണല്ലേ ഇതിന്റെ ഒരു ആംഗിൾ. ഈ ഒരു ആംഗിളിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാല്ലേ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നോക്കാം, നമുക്ക് ചോദ്യം നോക്കാം. ദ പോം എനി വുമൻ എൻഡ്സ് വിത്ത് എ പ്രേയർ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അതിലൊരു തർക്കമില്ലല്ലോ. ഈ ഒരു പോം അവസാനിക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട്, പോയിട്ട് പറയുന്നുണ്ട് അല്ലെ, അതായത് വുമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു പ്രെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എന്റെ കുട്ടികൾ വളരുന്നത് വരെ എന്നെ എടുക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന അമ്മമാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ അനലൈസ് ദിസ് ലൈൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഈ ലൈൻ നിങ്ങളോടൊന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞു. വിമൻ സാക്രിഫൈസ് their lives for their children. നമുക്കറിയാം അല്ലെ, അതായത് ഇവിടെ പറഞ്ഞ എന്താ വെച്ചാല് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഒരുപാട് സ്ത്രീകൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ചിൽഡ്രന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്യാം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഈ ലൈൻ നിങ്ങളോടൊന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞതാ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളൊന്ന് കണക്ട് ചെയ്യാം. ഈ ലൈനിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതന്നെയാണ് റിയാലിറ്റി എന്നുള്ള നമുക്ക് ഒരുപാട് ആൾക്കാർ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റഡീസ്, അവരുടെ കരിയർ, അവരുടെ ജോബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അവരുടെ കുട്ടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അവരെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ സാക്രിഫൈസിങ് their കരിയർ, their ജോബ്, their എഡ്യൂക്കേഷൻ, എവറിത്തിങ് ഫോർ their ചിൽഡ്രൻ എന്നുള്ള കാര്യം അല്ലേ. യെസ്, അപ്പൊ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരുടെയും അല്ലെ മെജോറിറ്റി, അതായത് എവിടെയെങ്കിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവും മോശം, ഐ മീൻ ഈ രീതിയിലല്ലാത്തത്. ഓക്കെ, അപ്പം അല്ലാതെ മെജോറിറ്റി ഓഫ് മദർ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എപ്പോഴും ഈ ഒരു പ്രാർത്ഥന ഉണ്ടാവും. അവരുടെ കുട്ടികൾ അവർക്ക് കെയർ ചെയ്യണം, അവർക്ക് ലവ് ചെയ്യണം, അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അല്ലേ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം. അല്ല എങ്കിൽ ആരാണ് അവർക്ക് ഉണ്ടാവുക എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും അമ്മമാർക്ക് എന്നുള്ളതാണ്. സോ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഫീലിംഗ് ലവ് ഓഫ് മദേഴ്സ് ഇൻ അബൌട്ട് 100 വേർഡ്സ്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞ എന്താ, 100 വാക്കുകളില് 100 വേർഡ്സില് അമ്മയുടെ ആ ഒരു ലവ് ഓഫ് മദേഴ്സിനെ പറ്റിയിട്ട് പറയാനാണ്, എഴുതാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ കേട്ടോ. ജസ്റ്റ് ഒരു ഹിന്റ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്ന് റീറൈറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി നോക്കാം. നോക്കാം. It is often said that since God could not be everywhere at the same time, he created mothers. This is more so in the case of an Indian mother. In the Indian context, a mother lives and dies for her children. ഇന്ത്യയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട്, മരിക്കണമൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അല്ലെ. അതായത് അവരുടെ ജീവിതകാലം കംപ്ലീറ്റ് അവർ മരിക്കുന്നത് വരെ അവരെല്ലാ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാം. കാരണം നോക്കാം, ഇന്ത്യന്റെ പുറത്ത് പല കൺട്രീസിലും അങ്ങനെയല്ല. അവര് കുട്ടിയൊക്കെ ഒരു ഏജ് ആയാൽ കുട്ടികൾ പിന്നെ കുട്ടികളെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർ പോകുക എന്നുള്ള അല്ലെ. അല്ലാതെ എല്ലാ സമയത്തും അവരുടെ കാര്യങ്ങൾ നോക്കാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമുക്ക് ഇവിടെ ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അല്ലെ. നമ്മളെപ്പോഴും ആ രീതിയിലാണ് വളരുന്നത്. So any woman ends with a prayer, take me not till the children grow എന്ന് പറഞ്ഞിട്ടാണ് end ചെയ്യുന്നത്. So the mother is praying like that not because she is afraid of death. അതായത് അമ്മ ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അമ്മക്ക് മരിക്കാൻ പേടിയായിട്ടല്ല, പക്ഷേ she wants to live long, but to ensure that her children are grown up and they can stand up and face the world. കാരണം അവർക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, പക്ഷെ അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മക്കളെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അല്ലേ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം, ഈ ലോകത്തെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ അവർ വളരണം. ആ വളർന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ അമ്മക്ക് മരിക്കാൻ ധൈര്യമുള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ അതുവരെ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. സോ ദ ഇന്ത്യൻ വുമൻ വിൽ ഗോ ടു എനി എക്സ്റ്റെൻഡ് to ensure the safety and welfare of her children. ഇന്ത്യയിലുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതറ്റം വരെ തൻ്റെ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ പോവാൻ തയ്യാറാണ് എന്നുള്ള അല്ലെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എഴുതാം. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വാളിറ്റീസ് എ വുമൻ നീഡ്സ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. അതായത്
എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വുമണ് ആവശ്യമുള്ളത് അല്ലെ? എന്തിനെ? ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. ആ ചാലഞ്ചസിന് നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു സ്ത്രീക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച കുട്ടികളാണ്. നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ലൈഫിലെ ചാലഞ്ചസ് നമുക്ക് ഓവർകം ചെയ്യാം, എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളതൊക്കെ അല്ലെ, എന്തൊക്കെയാണ് മേജർ ആയിട്ട് നമുക്ക് വേണ്ടെന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാലോ. സോ നോക്കാം. എ വുമൻ ഷുഡ് ഹാവ് മെനി ക്വാളിറ്റീസ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് വേണം അല്ലെ. അതിൽ ഫസ്റ്റ് വേണ്ട കാര്യമാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷൻ ടെൽസ് എ വുമൻ റൈറ്റ് ഡ്യൂട്ടീസ്. അതായത് വിദ്യാഭ്യാസം സ്ത്രീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും? അതായത് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്തൊക്കെയാണ് അല്ലെ, വാട്ട്സ് ഹർ ഡ്യൂട്ടീസ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. എന്താണ് എന്റെ റൈറ്റ് എന്നുള്ളത് അറിയാം. എനിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ആ റൈറ്റ്സ് ചോദിച്ച് വാങ്ങാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും എഡ്യൂക്കേഷൻ അവളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള അല്ലെ. യെസ്, അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു ധാരണ കിട്ടാൻ എഡ്യൂക്കേഷൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള. സെക്കൻഡ്ലി, she should have some employment which brings her some income. രണ്ടാമതായിട്ട് അവർക്ക് വേണ്ട ഒരു കാര്യമാണ് ചാലഞ്ചസ് ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം? കയ്യില് ഏർണിങ്സ്, ഇൻകം വേണം അല്ലെ. നല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏർണിങ്സ് ഉണ്ടല്ലോ. സോ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്ക് നമ്മുടെ മാരിറ്റൽ ആയിട്ടുള്ള അല്ലെ ലൈഫിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പിന്തിരിഞ്ഞോടണം, മീൻസ് അല്ലെ, അല്ലെങ്കിൽ മീൻസ് അതിൽ നിന്നൊക്കെ നമുക്ക് പിന്മാറിയിട്ട് നമുക്കൊരു നല്ലൊരു ബെറ്റർ ലൈഫ് വേണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെയുള്ള എല്ലാ ഡൊമസ്റ്റിക് വയലൻസസും അല്ലെ അത് നമ്മൾ സഫർ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ തീർക്കും. അപ്പൊ അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു ഏർണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻകം എംപവേഴ്സ് ഹർ. ശരിക്കും അല്ലെ, അതിലൊരു ഡൗട്ടും ഇല്ല. ഇൻകം ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീനെ എംപവർ ചെയ്യുന്നുണ്ട് എന്നല്ലേ. കാരണം സ്ത്രീക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. മീൻസ് അവളുടെ ബേസിക് നീഡ് ഷി ക്യാൻ സാറ്റിസ്ഫൈ ഹർ ബേസിക് നീഡ്സ്. അവർക്ക് എന്തെങ്കിലും കഴിക്കണോ, എന്തെങ്കിലും വാങ്ങണോ അല്ലെ, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണോ, ഇഫ് ഷി വാണ്ട് ടു ലുക്ക് ആഫ്റ്റർ ഹർ പാരന്റ്സ് ഡെഫിനറ്റ്ലി ഷി ക്യാൻ അല്ലെ, അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാരന്റ്സിനെ നമുക്കൊന്ന് സഹായിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആസ്ക് മണി ഫ്രം അവർ പാർട്ട്നേഴ്സ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് അല്ലെ, അത് അത്ര വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അവർ പാരന്റ്സ് ഓർ ലുക്ക് ആഫ്റ്റർ ദം അല്ലെ. സോ നെക്സ്റ്റ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഷീ ഷുഡ് ഹാവ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരു സ്ത്രീക്ക് വേണമെന്നില്ല. സോ അതിൽ എന്തൊക്കെ നമുക്ക് പറയാം? ദീസ് ഇൻക്ലൂഡ് വിസ്ഡം, understanding, courage, determination, compassion, sympathy and empathy. ഇതൊക്കെ സ്ത്രീക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ്. So women should not remain the weaker sex. There is nothing weak about them. They should dare the difference and come into the leadership roles, acquiring equality with men in all walks of life. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ വിമൻ എന്ത് ചെയ്യണം? സ്ത്രീകള് അതായത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഷുഡ് ബ്രേക്ക് ദ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഡിഫറൻസ് അല്ലെ, മാറ്റങ്ങള്, വ്യത്യാസങ്ങൾ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യൂ. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള ആ ഒരു ധൈര്യം, കോൺഫിഡൻസും കറേജും ഡിറ്റർമിനേഷനും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഓവർകം ദ ചാലഞ്ചസ് ഓഫ് അവർ ലൈഫ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നാമത്തെ യൂണിറ്റിലെ ഏത് ചാപ്റ്റർ വന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നന്നായിട്ട് തന്നെ ടെക്സ്റ്റ് വായിക്കുക, ലൈൻ ബൈ ലൈൻ പോം വായിക്കുക, അതിന്റെ മീനിങ് മനസ്സിലാക്കുക, ഫിഗർ ഓഫ് സ്പീച്ച് വായിക്കുക, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇതിന്റെ PYQ ഒക്കെ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റണം. സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഹെൽപ്പ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ മക്കളെ, താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.